എങ്കിലും കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാതിരിക്കാൻ പഠിച്ച പണി 18 പയറ്റിയിട്ടുണ്ടാകുമല്ലോ. മടി പിടിച്ചിരിക്കുമ്പോൾ അമ്മയുടെ ശകാരം കേട്ട് ബാഗും എടുത്ത് ഓടിയവരും കാണും ഇക്കൂട്ടത്തിൽ. 12 വർഷമായി ഒരു അവധി പോലും എടുക്കാതെ സ്കൂളിൽ പോകുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് തിരുവനന്തപുരത്ത്. പൂജപ്പുര സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി രോഹൻ. ഒരു അവധി പോലും എടുക്കാത്ത വിദ്യാർത്ഥിയെ അവാർഡ് നൽകി ആദരിച്ചിരിക്കുകയാണ് സ്കൂൾ. അശ്വിൻ ഡിയാഗോയുടെ റിപ്പോർട്ട്. ഇത് സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ പൂജപ്പുരയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി രോഹന് കിട്ടിയ ഒരു അവാർഡാണ്. ഈ അവാർഡ് എനിക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിനാണ് രോഹന് ഈ അവാർഡ് കിട്ടിയത് എന്നുള്ളതാണ്. എന്തിനാണ് ഈ അവാർഡ് കിട്ടിയതെന്ന് രോഹൻ നമുക്ക് പറഞ്ഞു തരും. ഞാൻ LKG മുതൽ 10ാം ക്ലാസ് വരെ ഇങ്ങനെ ലീവ് എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് സ്കൂളിൽ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ദിവസവും സ്കൂളിൽ പോയി 12 വർഷമായിട്ട്. 12 വർഷം. അത് പറ്റി സ്കൂളിലേക്ക് ഡെയിലി പോകാനായിട്ടൊരു മോട്ടിവേഷൻ. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ലല്ലോ. അത് എനിക്ക് വീട്ടിലിങ്ങനെ ഇരിക്കാനായിട്ട് ഇഷ്ടമല്ല. എല്ലാ ദിവസവും സ്കൂളിൽ ഇങ്ങനെ പോയി കൂട്ടുകാരോടെയൊക്കെ അങ്ങനെ കളിക്കാനും പഠിക്കാനും അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. കൂട്ടുകാർക്കൊപ്പം കളിക്കാനാണോ പഠിക്കാനാണോ ഏറ്റവും ഇഷ്ടം സ്കൂളിൽ? അത് കളിക്കാനും രണ്ടും ഉണ്ട്. ഇതുവരെ ഒരു ക്ലാസ് പോലും ഇതുവരെ മിസ് ചെയ്തിട്ടേ ഇല്ല? ഇല്ല. ഞാൻ ഓൺലൈൻ ക്ലാസ്സിലും എല്ലാ ക്ലാസ്സിലും കയറി ഇരിക്കുമായിരുന്നു, ക്ലാസ് ശ്രദ്ധിച്ച്. അപ്പം 10 വർഷമായിട്ട് ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്? LKG മുതൽ ഈ സ്കൂളിൽ തന്നെ. സ്കൂളിൽ ആർക്കും ഇതുവരെ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല? ഇല്ല. ടീച്ചർമാർ വരെ അന്തം വിട്ട് കാണുമല്ലോ മിക്കവാറും. ടീച്ചർമാരെല്ലാവരും വന്ന് എക്സാമിൻ്റെ ഇടയ്ക്കും എല്ലാം എന്നെ ചില ടീച്ചർമാരൊക്കെ കൺഗ്രാജുലേറ്റ് ചെയ്തു. പിന്നെ മാഡം അനൗൺസ് ചെയ്തു ഇങ്ങനെ ടോട്ടൽ സ്കൂൾ മൊത്തം കേൾക്കുന്നത്. എങ്ങനെയാണ് ഈ അവാർഡ് കിട്ടുന്നത്? എങ്ങനെയാണ്, എപ്പോഴാണ് കിട്ടിയത്? എനിക്ക് ഈ എക്സാമിൻ്റെ ആ ദിവസത്തിൽ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാഡം ഇങ്ങനെ അനൗൺസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ എനിക്കും എല്ലാവർക്കും സന്തോഷമായി. എന്നെ ക്ലാസ്സിൽ കയറി വന്നപ്പോൾ തന്നെ എല്ലാവരും കൈയടിയും അങ്ങനെയൊക്കെ. ഞാൻ വേറെ അവാർഡുണ്ടോ സ്കൂളിൽ ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നുണ്ട്? ഇല്ല, ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. രോഹൻ്റെ അമ്മ കൂടി നമുക്കിപ്പം ഉണ്ട്. മകന് ഫുൾ അറ്റൻഡൻസ് ആണ്, മാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്? നന്നായിട്ട് പഠിച്ചോളും, പ്രശ്നമൊന്നുമില്ല. അവനെന്നും സ്കൂളിൽ പോകണം, അതൊരു നിർബന്ധമാണ്. വയ്യ എന്നുള്ള അവസ്ഥയിൽ പോലും പോകണം എന്നുള്ളൊരു നിർബന്ധമുള്ള കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേനെ ഇപ്പം എല്ലാ ദിവസവും നമുക്ക് സ്കൂളിൽ പോകണമെന്നില്ലല്ലോ, നിങ്ങൾ പുറത്തൊക്കെ പോകാം. ആ സമയങ്ങളിൽ ഒറ്റ ക്ലാസ് പോലും കട്ട് ചെയ്തിട്ടില്ല? ഇല്ല, മോൻ്റെ ഹോളിഡേയ്സ് നോക്കി മാത്രമേ പോകാറുള്ളൂ, അല്ലാണ്ട് പോകത്തില്ല. അല്ലെങ്കിൽ ഈവനിങ് ഷെഡ്യൂൾ ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പം +1 +2 അതേ സ്കൂളിൽ തന്നെ ഉണ്ടോ? എന്താണ് പരിപാടി? ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും? +1ലും +2 ഇതേപോലെ തന്നെ ഇങ്ങനെ ലീവ് എടുക്കാതെ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. രോഹനിനി പഠിച്ച് ആരാവണം എന്നാണ് ആഗ്രഹം? എനിക്ക് IAS അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ട്. എന്തായാലും രോഹനിനി പഠിച്ച് വലിയൊരു കളക്ടർ ആവണം എന്നൊക്കെയാണ് പറയുന്നത്. കളക്ടർ ആയാൽ തന്നെ ഒരു ദിവസം പോലും അവധി എടുക്കില്ല എന്നുള്ളതാണ്. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. കാരണം ജോലിക്ക് കയറുമ്പോൾ അറിയേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അശ്വിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.